എടാ നീ ഈ കൂലിപ്പണിയും ചെയ്ത് നടന്നു. നമ്മുടെ അശോകനില്ലേ, അവനൊക്കെ ഗൾഫിൽ പോയി നല്ല സെറ്റപ്പായി. ഏത് അശോകനാണ്? എടാ നമ്മുടെ വടക്കേപ്പുറത്തെ അശോകനില്ലേ, നിന്റെ ശത്രു. അശോകൻ? പൂക്കള അശോകനോ? മൂക്കള അശോകൻ പോകുന്നു. എടാ മൂക്കളെ, എടാ മൂക്കളെ, എടാ മൂക്കളെ, എടാ മൂക്കളെ, എടാ മൂക്കളെ, എടാ മൂക്കളെ, എടാ മൂക്കളെ. അതേടാ, അവനിപ്പോ വലിയ സെറ്റപ്പായി. എങ്ങനെയെങ്കിലും നമുക്കും പോകാടെ ഗൾഫിൽ. അവൻ ഉടനെ വരുന്നുണ്ടെന്ന്. എനിക്ക് ഗൾഫിൽ പോകാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ 2 വർഷം കഴിഞ്ഞല്ലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. എടാ അമ്മൂനായിട്ട് ഞാൻ എങ്ങനെ ഗൾഫിന് പോകും? അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഓ, നിന്റെ ഒരു അമ്പു. എടാ അമ്പൂനെ കുറ്റം പറയില്ല കേട്ടോ. എടാ അമ്പു ഇല്ലാത്ത ജീവിതം എനിക്ക് ഉണ്ടാവുമോ? ഉണ്ടാവൂടാ സുരേഷേ? എന്തൊരു പൊടിയാ. എവിടെ ഇരിക്കാം? ആരോ വരുന്നുണ്ടല്ലോ. വാ. തട്ടുകടക്കുട്ടപ്പൻ്റെ മൂത്ത മോളെ എന്നെ ബോണ്ടയുരുട്ടിട്ടു ചുടുകയാണോ? അലമാരിയിൽ വടയുണ്ടോ, ബോളിയുണ്ടോ, പിന്നെ കുടിക്കുവാൻ കട്ടൻ ചായയും കാപ്പിയുണ്ടോ? തട്ടുകടക്കുട്ടപ്പൻ്റെ മൂത്ത മോളെ. തട്ടിമുട്ടി വന്നു നിന്ന് നീ സപ്ലൈ ചെയ്യുമ്പോൾ പറ്റുകാശു കൂടുന്നത് അറിയുന്നില്ല. തട്ടിമുട്ടി വന്നു നിന്ന് നീ സപ്ലൈ ചെയ്യുമ്പോൾ പറ്റുകാശു കൂടുന്നത് അറിയുന്നില്ല. വളിച്ചതും പുളിച്ചതും നീ തന്നാലും അത് ആർത്തിമൂത്തു ഞാൻ വെട്ടി വിഴുങ്ങൂലേ, വിഴുങ്ങൂലേ. തട്ടുകടക്കുട്ടപ്പൻ്റെ മൂത്ത മോളെ എന്നെ ബോണ്ടയുരുട്ടിട്ടു ചുടുകയാണോ? മലമാരിയിൽ വടയുണ്ടോ, ബോളിയുണ്ടോ, പിന്നെ കുടിക്കുവാൻ കട്ടൻ ചായയും കാപ്പിയുണ്ടോ? തട്ടുകടക്കുട്ടപ്പൻ്റെ മൂത്ത മോളെ. അയ്യോ അയ്യോ, ആരിപ്പോ പോട്ട്. എന്താണ് അമ്മോ? അയ്യോ, എന്നാ പറ്റിയോ? എന്താ കഴിച്ചേ? എന്നാ പറ്റിയോ ദൈവമേ? എടാ രമേശേ, എടാ സതീശേ, ഓടി വാടാ. അയ്യോ, അയ്യോ പുഷ്പ, തനിക്ക് ഫുഡ് പോയ്സൺ മാത്രമല്ല വയറ്റിൽ ഇൻഫെക്ഷൻ. ഒരു ഇഞ്ചക്ഷൻ പുറത്തുനിന്ന് വാങ്ങണം, നല്ല വിലയുണ്ട്. എൻ്റെ പൊന്നു ഡോക്ടറെ, എൻ്റെ കയ്യിൽ 5 പൈസയില്ല, എല്ലാം തീർന്ന്. ഇഞ്ചക്ഷൻ എടുത്താലങ്ങ് മാറും. ഓക്കെ.
ഓക്കെ പുഷ്പ. കേട്ടില്ലേടി ഡോക്ടർ പറഞ്ഞത്? നിന്റെ ഒടുക്കത്തെ ആഹാരം കഴിച്ചിട്ടാടി എനിക്ക് ഈ ഗതി വന്നത്. അയ്യോ, 10 പൈസ ഇനി എന്റെ കയ്യിലില്ലേ? നിന്റെ കഴുത്തിലുണ്ടല്ലോടി ഇഷ്ടം പോലെ ഊരി താടി. അയ്യോ ചേട്ടാ, ഇതെല്ലാം മുക്കുവേണ്ടവാ. മുക്കുവണ്ടോ? മുക്കുവണ്ടോ? എടി, എന്നിട്ട് നീ എന്നോടായിരുന്നു അല്ലല്ലോടി പറഞ്ഞത്? അതൊരു ഗമയ്ക്ക് പറഞ്ഞതായിരുന്നു. ഗമയ്ക്കോ? പിന്നെ എൻ്റെ അപ്പൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞാൻ ഇത് കൊടുത്തില്ല. പിന്നെയാ നിങ്ങള്. എന്നാ പോട്ടെ ചേട്ടാ. എല്ലാരും എന്നെ ഇട്ടു പോക്കോ. ഇനി പൈസക്ക് എന്ത് ചെയ്യടാ? എടാ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്തുവാ പ്രശ്നം പറ. എടാ, എൻ്റെ അരയിലൊരു ചരടുണ്ട്. ആ ചരടിലൊരു സ്വർണ്ണ ഏലസ് കെട്ടിയിട്ടുണ്ട്. അത് നീ എവിടെയെങ്കിലും കൊണ്ട് വിൽക്കുവോ, ആർക്കെങ്കിലും കൊടുക്കുവോ, പണയം വെക്കുകയോ ചെയ്യേ. പേടി മാറാട്ടെ, എൻ്റെ അമ്മ കെട്ടിയതാ. ഓ, ഇനി എന്തിനാ പേടി? ഇനി അതേ ഉള്ള പരിപാടി. ഇതെങ്ങനെയെങ്കിലും കൊണ്ട് വിറ്റ് എന്നെ ഒന്ന് രക്ഷിക്കടാ. അയ്യേ, അതായിരുന്നു. എനിക്ക് ഇവിടുന്ന് പോണവടാ. എന്നാ ശരി. എന്റെ അമ്മൂനെ കാണണവടാ. ഓ, അമ്പിളി. മനുഷ്യന് മനസ്സമാധാനം കിട്ടാൻ പോകുന്നില്ല. ആ, നീ ആശുപത്രിയിൽ നിന്ന് വന്നോ? എടാ, എനിക്കൊരു 100 രൂപ വേണടാ മോനെ. നമ്മുടെ കരോട്ടെ അമ്മണിയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട, അതിന് പോകാൻ വേണ്ടിയിട്ടാ. വന്ന് കയറിയില്ല. തള്ളയ്ക്ക് തുടങ്ങി കാശിൻ്റെ ചോദ്യം. തള്ള, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ആശുപത്രിയിലെ പുട്ടുമോട്ടയെല്ലാം കഴിച്ച് വയറെല്ലാം വീങ്ങിയിരിക്കും. ഈ എനിക്കെന്തെങ്കിലും കഴിക്കാമെന്നാ തള്ളേ? എനിക്ക് കഞ്ഞി വേണം, പറയടാ. അയ്യോടെ, ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയില്ല. അമ്മണിയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടല്ലേ, ഞാൻ അവിടുന്ന് കഴിച്ചോളാന്ന് വെച്ച്. അല്ലല്ലോ, ഈ തള്ള ഒരു കാലത്തും തോട്ടാക്കത്തില്ല. അതിന് നീ ഇവിടുന്ന് എത്ര നാളായി വല്ലതും കഴിച്ചിട്ട്? എപ്പോഴും ആ ചായക്കട എന്നല്ലേ തീറ്റ, അതിനനുഭവിച്ചല്ലോ. എടാ, ഇവിടെ നീ കഴിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? എപ്പോഴും അവൾ ഉണ്ടാക്കി തരുന്ന മാത്രം മതിയല്ല. അമ്പിളി കമ്പിളി, എൻ്റെ ചെറുക്കനെ ഈ വിധത്തിലാക്കിയത് അവൾ ഒറ്റ ഒരുത്തിയാ. അവൾ ഒരു കാലത്തും ഗതി പിടിക്കല്ലോ. പോയില്ലേ? കേട്ടില്ലേടാ? അമ്മ അമ്മൂനെ കുറിച്ച് പറഞ്ഞേ കേട്ടില്ലേ? അമ്മൂനെ കുറിച്ച് പറഞ്ഞാൽ സഹിക്കത്തില്ല കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എൻ്റെ അമ്മൂനെ കുറിച്ച് തോന്നിവാസം പറഞ്ഞാൽ ഉണ്ടല്ലോ, പെറ്റതടയെ വേണ്ടല്ലോ, അവള് മതിയല്ലോ. നീ അനുഭവിക്കടാ, അനുഭവിക്കും. ഞാൻ നിനക്ക് കഞ്ഞി മേടിച്ചു തരാം. നിന്റെ വീട്ടിൽ നിന്നോ? തള്ളയങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അയ്യോ, പുഷ്പേട്ടനായിരുന്നോ? ഞാൻ കരുതി ആ കില്ലപ്പട്ടിയായിരുന്നു. പുഷ്പേട്ടൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിന്നറിഞ്ഞു. എന്നിട്ട് നീ എന്താ വഴി അത് വരാഞ്ഞേ? അത് പിന്നെ എൻ്റെ കൂട്ടുകാരുടെ കല്യാണ റിസപ്ഷന് പോയിരിക്കുമല്ലായിരുന്നോ? നമ്മുടെ ഫുഡ് കഴിച്ചിട്ടാണ് പുഷ്പൻ ഈ ഗതി വന്നത്. അവനിന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ്. നിന്നോട് ആരടി പറഞ്ഞത് നമ്മുടെ കടയിലെ ഫുഡ് കഴിച്ചിട്ടാവുന്നു? അവൻ വാരി വലിച്ച് കഴിച്ചിട്ടാടി പെണ്ണേ. അത് പിന്നെ എനിക്ക് മനസ്സിലായി. പക്ഷേ നമുക്കും വേണ്ട ഒരു കല്യാണമൊക്കെ അല്ലേ അമ്മു? അതെ, ഒരിക്കലും നടക്കത്തില്ല. എൻ്റെ പെങ്ങടെ മോൻ അശോകനില്ലേ, അവനെ കൊണ്ട് കെട്ടിക്കാനിരിക്കുക. അവൻ ഗൾഫ്. ചേട്ടാ, എന്തോ? ചേട്ടൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നല്ലേ ഉള്ളൂ. അതേടി, ചേട്ടൻ ഞാൻ ഒരു സ്പെഷ്യൽ ഐറ്റം വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഐറ്റോ? എനിക്കോ? വാ വാ ചേട്ടാ, വാ. എവിടങ്ങോട്ടാടി എന്നെ വലിച്ചോണ്ട് പോന്നേ? അയ്യോ, ഇവിടെ ഇരിക്കാം. അപ്പൊ നീയാണ് അവനല്ലേ ഇവിടെ പുറകെ നടക്കുന്ന അലവലാതി ഷാജി?
ഏതാടി ഈ സാധനം? നിന്നെ എനിക്ക് പണ്ടേ അറിയാം. ആഹാ ആഹാ മനസ്സിലായടാ. എടാ മൂക്കളെ അശോക. മൂക്കളെ അശോകനൊക്കെ പണ്ട്. ഞാനേ ഇപ്പം ഗൾഫ് അശോകനാ. ഓ എവിടെ മുറച്ചെറുക്കനാ, മനസ്സിലായില്ലേ? പഴയതൊന്നും നിനക്ക് ഓർമ്മയില്ലല്ലേ? പോടാ. ഇവളെ ഞാനാണ് കെട്ടുന്നത്, നീ വെറും ഡൂക്കിലി. ഓ ആ കമ്പി ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോട്ടെ, ഇങ്ങോട്ട്. ഓ ഇവിടെ ഇവിടെ. ഇവളെ ഞാനാ കെട്ടുന്നത്. എടി നിങ്ങൾ തമ്മിൽ ലവ് ആണോടി? അയാളെ കൊണ്ട് ഭയങ്കര ശല്യേട്ടാ. ആണോ? എനിക്ക് എൻ്റെ അക്കുവേട്ട മാത്രം മതി. അത് ശരി. ഗൾഫൊക്കെ നല്ല രസമാണ് ഏട്ടാ. അതെ അതെ. ഞാൻ പൊറോട്ട കുഴക്കും പോലെ കുഴക്കൂടാ. അയ്യോ എനിക്ക് വിശക്കുന്നു. ഇപ്പോഴല്ലേ ചേട്ടൻ ഞാൻ ഒരു പ്ലേറ്റ് ബിരിയാണി തന്നത്? ഓ കപ്പ 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 കപ്പ. അയ്യോ ചേട്ടാ, അത് പഴയ കപ്പയാ, ഞാൻ കളയാൻ വെച്ചതാ. സാരമില്ലെന്ന്, ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം. പോത്തോല കിടന്ന് ഉറങ്ങാണോ? ഇതങ്ങോട്ട് പിടിക്കേ. പലിശ ഉൾപ്പെടെ എല്ലാ കണക്കും തീർന്നു. മേലാൽ അയ്യോ അയ്യോ. അയ്യോ അമ്മേ. അയ്യോ എന്ത് പറ്റി? അയ്യോ ആ വളിച്ചതെല്ലാം അശോകേട്ടനാണോ കഴിച്ചത്? അത് പുഷ്പേട്ടന് വെച്ചതായിരുന്നു. അയ്യോ അതൊന്നുമല്ല. അയ്യോ ഞാൻ എത്ര വട്ടം കഴിച്ചിട്ടുള്ളത് ഈ പുളിച്ചതും വളിച്ചതും ഒക്കെ. എടിയേ, ആ പഴം കൈ കേലിക്കൂട്ടം തിന്നെന്ന് തോന്നല്ലോ. അമ്മാവൻ എന്നാ പറഞ്ഞേ? എനിക്ക് വെച്ച കേക്കോ? അയ്യോ അതോ ആ പഴങ്കേക്ക് ഞാനാ തിന്ന്. ചോരയോ? എന്നാ ചെയ്യാനാ? പോകേ ഗൾഫ് ഗൾഫ് പോടി അവിടുന്ന്. ചാകാൻ പോകുമ്പോഴാണ് നിന്റെ ഒരു ഗൾഫ്. എന്റെ ആശുപത്രി കൊണ്ടുകൂടി കോപ്പേ. അയ്യോ എന്തൊരു തൊന്തരവ്, ഇതെന്തൊരു തൊന്തരവ്. തട്ടുകടക്കുട്ടപ്പൻ്റെ മൂത്ത മോളെ എന്നെ ബോണ്ടയുരുട്ടിട്ട് ചുടുകയാണോ? അലമാരിയിൽ വടയുണ്ടോ, ബോളിയുണ്ടോ, പിന്നെ കുടിക്കുവാൻ കട്ടൻ ചായയും കാപ്പിയുണ്ടോ? തട്ടുകടക്കുട്ടപ്പൻ്റെ മൂത്ത മോളെ.